സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിന്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസന്റെ അല്ലെങ്കിൽ ക്ലാസിന്റെ പാർട്ടായിട്ട് കാണാം. Welcome to my channel. So last class we were discussing about Le-Chatelier principle. So I got some comments. The majority പറഞ്ഞത് മനസ്സിലായിരുന്നു. അതിൽ ഒന്ന് രണ്ട് പേര് ആ എക്സോതെർമിക്കിന്റെയും എൻഡോതെർമിക്കിൽ ഇത്തിരി കൺഫ്യൂഷൻ പറഞ്ഞു. ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തരാം കേട്ടോ. ഞാൻ ആദ്യം എടുക്കണം എന്ന് വിചാരിച്ചു, ബട്ട് ഞാൻ ഓൾറെഡി പോയിന്റ്സ് ഇവിടെ എഴുതിപ്പോയി. ഇനിയിപ്പോൾ അത് റബ്ബ് ചെയ്യാൻ പാടാണ്. സോ എനിവേ ഐ വിൽ ജസ്റ്റ് ഡിസ്കസ്. അതിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞിടാം. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ളത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പൊ നമ്മൾ അമോണിയന്റെ കംപ്ലീറ്റ് സെക്ഷൻ കഴിഞ്ഞു അല്ലെ. അമോണിയന്റെ ബേസിക് നേച്ചർ കാണിക്കുന്നതും അതിന്റെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നൗ കംസ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് ഇസ് നോൺ ആസ് ദ കിങ് ഓഫ് കെമിക്കൽസ് അല്ലെ. കെമിക്കൽസിലെ കിങ് ആണ്. എന്തുകൊണ്ടായിരിക്കാം സൾഫ്യൂരിക് ആസിഡ് കിങ് ഓഫ് കെമിക്കൽസ്? അപ്പൊ ആദ്യം നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല അറിയണം. ഞാൻ വീണ്ടും വീണ്ടും പറയാം, കാരണം ചിലപ്പോൾ പുതിയ കുട്ടികളായിരിക്കും ഇത് വാച്ച് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയും, നിങ്ങളുടെ കെമിസ്ട്രി നോട്ടിന്റെ ബാക്ക് സൈഡ് നിങ്ങൾ എന്തിനു ചെയ്ത് വെക്കുക. ഇപ്പം ഞാനൊരു ഫോർമുല പറയുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് അതിന്റെ ഫോർമുല അവിടെ എഴുതി വെക്കുക. ഈ നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയണമെന്നില്ല, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് കാണുന്ന കെമിക്കൽ ഫോർമുലാസും അതിന്റെ നെയിമും ഫോർമുലാസും എഴുതി വെച്ചാൽ എക്സാമിന് പോണ സമയത്ത് ടെക്സ്റ്റ് തപ്പണ്ട എവിടെയായിരുന്നു നൈട്രിക് ആസിഡ്. ചിലപ്പോൾ നമുക്കറിയാം എല്ലാ പ്രിപ്പറേഷൻസും അതിലിടുന്ന ഇൻഗ്രീഡിയൻസും നമുക്കറിയാം, പക്ഷെ അതിന്റെ കെമിക്കൽ ഫോർമുല ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ ടെക്സ്റ്റ് നോട്ടിന്റെ ബാക്ക് സൈഡ്, അപ്പൊ നോട്ടിന്റെ ബാക്കിൽ ഈ ഒരു SSLC നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കെമിക്കൽസും അവരുടെ ഫോർമുല എഴുതാൻ വലിയ പാടാണോ? ഒരു പാടുമില്ല. അതൊന്ന് ശീലിച്ചേക്കാൻ നിങ്ങൾക്ക് തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാമിന്റെ തലേന്ന് നോക്കാനോ ഒരു ഫോർമുല നോക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ പറയാൻ പോകുന്നത് ആരാണ്? സൾഫ്യൂരിക് ആസിഡ്. സോ വാട്ട് ഇസ് ദ ഫോർമുല ഓഫ് സൾഫ്യൂരിക് ആസിഡ്? ഇറ്റ് ഈസ് H2SO4. എന്താണ്? H2SO4. എപ്പോഴും നമ്മൾ അതിന്റെ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് ആണ് യൂസസ് പഠിക്കാറ്. ഇവിടെ നമ്മൾ ആദ്യം യൂസസ് ആണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാ വെച്ചാല് ഇറ്റ് ഇസ് നോൺ ആസ് ദ കിങ് ഓഫ് കെമിക്കൽസ്. അപ്പൊ നമ്മുടെ മനസ്സിൽ വൈ ഇറ്റ് ഇസ് നോൺ ആസ് ദ കിങ് ഓഫ് കെമിക്കൽ? ബിക്കോസ് നമ്മുടെ ഒരു സബ്സ്റ്റൻസിനെ പ്രിപ്പയർ ചെയ്ത് ഒരു കെമിക്കൽ കോമ്പൗണ്ടിനെ പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു മെയിൻ ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് വേണം. എവിടെ നോക്കിയാലും, എവിടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എടുത്താലും അല്ലെങ്കിൽ എന്തിന്റെ മാനുഫാക്ചറിലും സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് യൂസസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫൈബേഴ്സ്. ഫൈബേഴ്സ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. നമ്മുടെ ഡ്രസ്സിന്റെ ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. അപ്പൊ ഫൈബേഴ്സിന്റെ മാനുഫാക്ചറിന് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. എന്റെ കൂടെ തന്നെ പറഞ്ഞോളൂ. ദ മാനുഫാക്ചർ ഓഫ് ഫൈബേഴ്സ്. സൾഫ്യൂരിക് ആസിഡ് ഇസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫൈബേഴ്സ്. സെക്കൻഡ് വൺ, ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് എക്സ്പ്ലോസീവ്സ്. അതായത് എക്സ്പ്ലോസീവ്സ് അറിയാലോ അല്ലെ. എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. Then for dehydration എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. Then manufacture of fertilizers എന്താണ് നിങ്ങൾക്ക് അറിയാലോ. So manufacture of fertilizers. Then refining of petroleum റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചർ ഓഫ് പെയിന്റ്സ് ആൻഡ് മാനുഫാക്ചർ ഓഫ് കെമിക്കൽസ്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാം. കെമിക്കൽസ് ഉണ്ട്, പെയിന്റ്സ് ഉണ്ട്, എക്സ്പ്ലോസീവ്സ് ഉണ്ട്, ഫൈബേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഡീഹൈഡ്രേഷൻ ഏജന്റ്, ഇതൊക്കെയാണ് സൾഫ്യൂരിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് കാൾഡ് ആസ് ദി കിങ് ഓഫ് കെമിക്കൽ. വിച്ച് ആസിഡ് ഇസ് നോൺ ആസ് ദി കിങ് ഓഫ് കെമിക്കൽസ്? Sulphuric acid. What is the formula of sulphuric acid? H2SO4. Write any three uses of sulphuric acid or why it is called as the king of chemical. It is called as the king of chemical because it has a wide application. Wide application. It is used in the manufacture of fibers, fertilizers, then explosives. Then it is also used in the manufacture of paints and chemicals, and it is used in the manufacture of fertilizers. So it is known as the കിങ് ഓഫ് കെമിക്കൽസ്. അപ്പം സൾഫ്യൂരിക് ആസിഡിന് മനസ്സിലായല്ലോ. ഇനി അതിനെ ഉണ്ടാക്കണ്ടേ? ഹൗ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ സൾഫ്യൂരിക് ആസിഡ് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം കൂടെ നമ്മളിവിടെ പറയാൻ പോകുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഇസ് പ്രിപ്പയർഡ്, ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ് ബൈ എ പ്രോസസ് നോൺ ആസ് കോൺടാക്ട് പ്രോസസ്. എന്ത് പ്രോസസ് എന്നാണ് പറയുന്നത്?
contact process. So the process, the name of the process by which sulfuric acid is industrially prepared, that name is known as contact process. ഇനി എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ പഠിച്ചു. നിങ്ങൾക്ക് സിമ്പിൾ ആണ്, ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ ഇത് പഠിച്ചു കഴിയും. അപ്പൊ ആദ്യം നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുലയാണ്. അതിൽ സൾഫർ ഉണ്ട് അല്ലെ, അതിൽ എന്താ ഉള്ളത്? ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ സൾഫർ ബേൺഡ് ഇൻ ഓക്സിജൻ, സൾഫറിനെ നമ്മൾ ഓക്സിജനിൽ വെച്ച് ബേൺ ചെയ്തിട്ട് വി ആർ ഗെറ്റിംഗ് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫറിന്റെ കൂടെ 2 ഓക്സിജൻ വന്നു, സോ ഇറ്റ് ഇസ് നോൺ ആസ് sulfur dioxide. So contact process is the first step, or the preparation of sulfuric acid. The first step, sulfur is burned in presence of oxygen to produce sulfur dioxide. Sulfur dioxide ne kitti. ഞാൻ ഈ സൾഫർ ഡയോക്സൈഡിനെ വീണ്ടും ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുകയും ഐ എം ഗോയിങ് ടു കമ്പൈൻ ദ സൾഫർ ഡയോക്സൈഡ് വിത്ത് ഓക്സിജൻ. ഓക്സിജൻ എപ്പോഴും O2 ആയിട്ട് ഉണ്ടാവുക. ആൻഡ് വി ആർ ഗെറ്റിംഗ് SO3, and this process is carried out in the presence of a catalyst known as vanadium pentoxide. V എന്ന് പറഞ്ഞാൽ vanadium എന്ന് പറഞ്ഞ ഒരു എലിമെന്റിന്റെ സിമ്പിൾ ആണ്. പെന്റോക്സൈഡ് ആണ്, 5 ഓക്സിജൻ ഉണ്ട്, VO5. അതിന്റെ കൂടെ vanadium V2O5. ഇതാണ് vanadium pentoxide, and it is carried at a temperature of 450 degrees Celsius. ഈ ഒരു റിയാക്ഷൻ നോക്കൂ, എന്താണ്? ഫോർവേഡും ബാക്ക്വേർഡും ഉള്ള റിയാക്ഷൻ, ദാറ്റ് ഇസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷന് അവരെന്താ ചെയ്യുന്നത്? വി ആർ യൂസിംഗ് വെനേഡിയം പെന്റോക്സൈഡ് ആസ് ദി കാറ്റലിസ്റ്റ്, ആൻഡ് 450 degrees Celsius is maintained to produce 2S4 6 yes. അപ്പൊ എന്താണ് നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം സൾഫറിനെ ഞാൻ എടുത്തു, അതിന് ഓക്സിജനിൽ വെച്ച് ബേൺ ചെയ്ത് സൾഫർ ഡയോക്സൈഡ് ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിത് മാത്രം പോരാ. Again I am taking sulfur dioxide and it is allowed to combine with oxygen in the presence of, or in presence of a catalyst. Very important, in presence of a catalyst which is known as vanadium pentoxide at 450 degrees Celsius to give sulfur trioxide. അപ്പം സൾഫർ ഡയോക്സൈഡ് ആയിട്ട് സൾഫർ ട്രയോക്സൈഡ്. ആരൊക്കെ എന്നോട് ബാലൻസ് ചെയ്യുന്ന വീഡിയോ ചോദിക്കുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്ന ഒരു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ബേസിക്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട് പ്ലേലിസ്റ്റിൽ. അതിൽ നോക്കിയാൽ ബാലൻസിംഗ് ഇക്വേഷൻ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പിന്നെ അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാലൻസിംഗ് ഒന്നുമില്ല. സോ ഇപ്പൊ എന്ത് കിട്ടി? എനിക്ക് SO3 കിട്ടി, സൾഫർ ട്രൈ ഓക്സൈഡ്. ഇനി എന്താണെന്നറിയോ? ഇനി സൾഫർ ട്രൈ ഓക്സൈഡിനെ I will dissolve sulfur trioxide in concentrated sulfuric acid. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സൾഫ്യൂരിക് ആസിഡിൽ പിന്നെ എന്തിനാ ഈ സൾഫ്യൂരിക് ആസിഡിൽ മിക്സ് ചെയ്യുന്നത്? യെസ്, എന്തുകൊണ്ടാന്ന് പറയാം. സൾഫർ trioxide is dissolved in sulfuric acid and we will be getting H2S2O7. ഇത് പഠിക്കാൻ ഭയങ്കര എളുപ്പാട്ടോ. നോക്കൂ, SO3 നമ്മൾ സൾഫ്യൂരിക് ആസിഡ്, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. ഇവിടെ എത്ര സൾഫർ? ഇവിടെ ഒരു സൾഫർ, ഇവിടെ ഒരു സൾഫർ, അപ്പൊ S2. ഇവിടെ 3 ഓക്സിജൻ, ഇവിടെ 4 ഓക്സിജൻ, അപ്പൊ എത്ര? 7. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് ഒലിയം എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് ഒലിയം. ദാറ്റ് ഈസ് സൾഫർ ട്രയോക്സൈഡ് ഇസ് കമ്പൈൻഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ഒലിയം. അപ്പൊ നമുക്ക് ഒലിയം കിട്ടി. അപ്പൊ ഈ ഒലിയത്തിനെ നമ്മള് it is dissolved in water. This oleum is dissolved in water to produce sulfuric acid. And 2H2SO. That is 2,4S2,7. Yes, correct. അപ്പൊ എന്താണ്? ഒന്നുകൂടെ എല്ലാ റിയാക്ഷൻസും നോക്കിക്കേ. മെയിൻലി 4 സ്റ്റെപ്സ് ആണ് എന്താണ് നടക്കുന്നത്. ഞാൻ ആദ്യം എനിക്ക് സൾഫ്യൂരിക് ആസിഡ് ഫോർമുല H2SO4. അപ്പൊ അതിൽ സൾഫർ ഉണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് സൾഫർ, അതിന്റെ സൾഫർ അല്ല, ഇപ്പൊ സൾഫർ ഉള്ള ഒരു കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? I just take some sulfur and it is combined with oxygen, or sulfur is burned in oxygen to produce, ആദ്യം ഒരു ഓക്സിജൻ ആയിട്ട് ബേൺ ചെയ്തിട്ടുള്ളൂ, ഒരു ഓക്സിജൻ മോളിക്യൂൾ. അപ്പം സൾഫർ ഡയോക്സൈഡ്. This sulfur dioxide is again combined with oxygen in presence of a catalyst which is known as vanadium pentoxide
at 450 degrees Celsius to give sulfur trioxide. This sulfur trioxide is dissolved in sulfuric acid to produce a compound known as oleum. Very simple formula ആണ് H2S2O7. ഈ രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന സാധനം ആഡ് ചെയ്താൽ മതി ഇതൊക്കെ. And this oleum is dissolved in water to produce sulfuric acid. ഇനി ഞാൻ പറഞ്ഞുതരാം, ഈ ഒരാളുണ്ടല്ലോ SO3. SO3 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിലാണ് ഡിസോൾവ് ചെയ്തത്. I can also produce H2SO4 just by combining with water. ഈ SO3നെ വാട്ടറിൽ വെച്ചാൽ എനിക്ക് H2SO4 കിട്ടും. ഈ SO3നെ ഞാൻ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് എനിക്ക് sulfuric acid കിട്ടും. But the problem is that when SO3 is dissolved in water, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇറ്റ്സ് എ എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് പറഞ്ഞാൽ ഹീറ്റിനെ പുറത്തേക്ക് വിടും. അപ്പം നല്ല ഹീറ്റിനെ പുറത്തേക്ക് വിടും ചെയ്യും, നല്ല ഫ്യൂംസ് വരും. അപ്പം അതെന്ത് പറ്റുന്ന വെച്ചാൽ ഒരു സ്മോഗ് അല്ലെങ്കിൽ ഒരു ഫോഗ് പോലെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഹൈലി എക്സോതെർമിക്, നല്ല ഹീറ്റ് പുറത്തേക്ക് വരും. അപ്പൊ അവിടെ ഫോഗ് പോലെ ക്രിയേറ്റ് ചെയ്യും. ഈ ഫോഗ് പോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രിവെന്റ് ദി ഫർദർ റിയാക്ഷൻ. So in order to avoid this, sulfur trioxide is mixed with sulfuric acid. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാം. We will get sulfuric acid by mixing sulfur trioxide with water. Then why we are not mixing it? It is because sulfur trioxide, when dissolved in water, it will produce smoke. Smoke or fog. So what will happen? It will prevent the further reaction. In order to prevent this, we are adding sulfur trioxide with sulfuric acid to produce oleum, and this oleum is combined with water to produce dialog. S plus O2 gives SO2, that is sulfur. When burned in the presence of oxygen, we will get SO2. SO2 again combined with oxygen in the presence of vanadium pentoxide, and at 450 degrees Celsius we will be getting SO3, and this SO3 is mixed with sulfuric acid to produce oleum, and this oleum when dissolved in water we will get sulfuric acid. മനസ്സിലായല്ലോ അല്ലെ? ഇനി ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഒരു സബ്സ്റ്റൻസിന് ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ഫിസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരാളെ നോക്കിയിട്ട് അവരെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ വെച്ച് പറയാം അവർക്ക് കുറെ മുടിയുണ്ട്, അല്ലെങ്കിൽ അവര് എന്താണ് കുറച്ച് ഷോർട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹൈറ്റ്. അതേപോലെ കെമിക്കൽസിനും കുറെ ഫിസിക്കൽ നേച്ചറുണ്ട്, കെമിക്കൽ നേച്ചറുണ്ട്. അവരെ നോക്കിയിട്ട് നമ്മൾ അവർക്ക് ഹൈറ്റ് ഉണ്ടോന്നല്ല പറയാം, അവരുടെ കളറ്, പിന്നെ അവർക്ക് കൊറോസീവ് ആണോ, അവരുടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ, അവരുടെ വെള്ളത്തിൽ ഡിസോൾവ്, ഇതൊക്കെയാണ് നമ്മൾ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. മെയിൻ നമുക്ക് കുറച്ച് മതി. ഒന്ന്, അത് കളർലെസ് ആണ്. കളർലെസ് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയായിരിക്കും, കാണുമ്പോൾ അതിനൊരു കളറും ഉണ്ടാവില്ല. കമ്പാരിറ്റീവ്ലി ഹൈ വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ തേനൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ വിസ്കോസിറ്റി കൂടുതൽ, അതായത് പെട്ടെന്ന് അങ്ങനെ നമ്മളിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒഴുകി പോകത്തില്ല, കുറച്ച് ഹെവിയർ ആയിരിക്കും. ഇതിങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ഹണിയിലെ തേൻ അതൊക്കെ എന്താ പെട്ടെന്ന് അത് വെച്ച് വെള്ളം ഒരു സ്ഥലത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഫ്ലോ ചെയ്ത് പോകും. തേനൊക്കെ ഒഴിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കല്ലേ ഉള്ളൂ, വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡാണ്. അതേപോലെ തന്നെയാണ് സൾഫ്യൂരിക് ആസിഡും ഹൈ വിസ്കോസിറ്റി ഉള്ള ഒരു സൊല്യൂഷനാണ്. ദെൻ ഡെൻസർ ദെൻ വാട്ടർ. ഡെൻസിറ്റി നോക്കുമ്പോൾ വാട്ടറിനെക്കാട്ടും ഡെൻസർ ആണ്. പിന്നെ ഡിസോൾവ്സ് ഇൻ വാട്ടർ, വാട്ടറിൽ നന്നായി ഡിസോൾവ് ചെയ്യും. ആൻഡ് ഹൈലി കൊറോസീവ് ആണ്. ഹൈലി കൊറോസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെറ്റൽസിനെ അറ്റാക്ക് ചെയ്യാം. ഈവൻ നമ്മുടെ ബോഡി ടിഷ്യൂവിന് ഒരാൾ നല്ല കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കയ്യിലെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ താഴെ ഇതിൻ്റെ ഉള്ളിലൂടെ സൾഫ്യൂരിക് ആസിഡ് ഇങ്ങനെ താഴേക്ക് പോകുന്നത് കാണാം. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മുടെ ബോഡി അത് കുഴിച്ചിട്ട് അത് അത്രയും സ്ട്രോങ് ആണ് ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ. ലാബിലൊക്കെ നമുക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടൊന്നും തരില്ല. തരുമ്പോൾ തന്നെ അവർ പ്രത്യേകം പറയും നല്ലോണം കെയർഫുൾ ആയിരിക്കണമെന്ന്. അപ്പൊ it is highly corrosive, it can attack metals, and also it can attack the body tissues. So എന്തൊക്കെയാ physical properties? The physical properties are colorless, comparatively high viscosity, denser than water, dissolves in water, and highly corrosive in nature. അപ്പോൾ corrosive എന്ന് പറഞ്ഞാൽ they can attack, അവർക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും, അവർക്ക് മെറ്റൽസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും, ബോഡി ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡ് ഒക്കെ അങ്ങനെ തന്നെ ഇറ്റ് ഇസ് ഹൈലി corrosive in nature. ക്ലിയർ ആയല്ലോ? ഇനിയാണ് നമ്മൾ പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ്.
അപ്പൊ നമ്മൾ ഇനി ഫിസിക്കലി പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞില്ല, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നൗ വി ആർ ഗോയിങ് വിത്ത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. നല്ലോണം ശ്രദ്ധിച്ചോളൂ, ഓരോ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ആദ്യം തന്നെ റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് വാട്ടർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഹെഡിങ് ഒന്നും കണ്ട് ഞാനത് ഇട്ടതേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എക്സ്പെരിമെന്റ് വെച്ച് കുഞ്ഞൊരു ആക്ടിവിറ്റി വരും. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് വെള്ളം എടുക്കാം, ഒരു 5 ml വാട്ടർ എടുക്കാം. അതിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്പ് ബൈ ആയിട്ട് ആഡ് ചെയ്യുക. വെള്ളമാണ് ടെസ്റ്റ് ട്യൂബില്, ഞാൻ അതിലേക്ക് ഇത്തിരി സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ താഴെ ഞാനൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. വാട്ട് യു വിൽ ഫീൽ? കോൾഡ് ആണോ നല്ല ഹോട്ട് ആണോ? വി വിൽ ഫീൽ ലിറ്റിൽ ബിറ്റ് ഹോട്ട്. നമുക്ക് അവിടെ താഴെ ടെസ്റ്റ് ട്യൂബിന്റെ താഴെ ചെറുതായിട്ട് ചൂടാവുന്നത് കാണാം. എന്തുകൊണ്ടാണ്? നമുക്കറിയാം വെള്ളം തണുത്ത് കിടക്കണ വെള്ളം, അതിലേക്ക് ഞാൻ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചപ്പം അവിടെ ചൂട് വന്നു. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? ദാറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഇറ്റ് വിൽ ലിബറേറ്റ് ഹീറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം the reaction of an acid with water, sulfuric acid with water is exothermic. അതായത് ടെമ്പറേച്ചറിനെ പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ ആണ് റിയാക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വിത്ത് വാട്ടർ. അപ്പൊ ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പോ തന്നെ നല്ല ചൂട് വന്നു. അപ്പൊ ഞാൻ കുറെ സൾഫ്യൂരിക് ആസിഡ് എന്നതിലേക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഫ്യൂംസ് ഒക്കെ വരും. അപ്പം ഈ അഡീഷൻ ഓഫ് എൻ ആസിഡ് ടു വാട്ടർ to be done with highly careful. അതായത് നമ്മൾ നന്നായി കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അഡീഷൻ ഓഫ് ആസിഡ് ടു വാട്ടർ. അപ്പൊ എപ്പോഴും പറയും നമ്മൾ വെള്ളം ഒരു ബീക്കറിൽ എടുത്തിട്ട് അതിലേക്ക് ആസിഡ് ആഡ് ചെയ്യണം. ഒരിക്കലും ആസിഡ് എടുത്തിട്ട് ഒരു ബീക്കറിൽ എടുത്തിട്ട് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യരുത്. ബിക്കോസ് when we add acid to water, it is highly exothermic reaction. It is highly exothermic reaction. So when we are adding or when we are dilute ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിലേക്ക് വെള്ളം ഒഴിക്കുന്നതിനാണ് ഡൈല്യൂട്ടിങ് എന്ന് പറയുന്നത്. അപ്പം when we are diluting an acid, we should always be carried out by adding acid to water. ആസിഡ് കുറേശ്ശെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം. Otherwise, if I am adding water to an acid, എന്ത് പറ്റും? It's highly exothermic reaction and sometimes it will be burst. ആ ടെസ്റ്റ് ട്യൂബ് വരെ പൊട്ടിത്തെറിച്ച് പോകും. അത് നമുക്ക് ഹാർംഫുൾ അല്ലെങ്കിൽ ഫ്യൂംസ് പെട്ടെന്ന് പുറത്തേക്ക് വരും, ബബിൾസ് ആയിട്ടൊക്കെ വരും. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലം എന്നല്ല, കണ്ണും മുഖം ഒക്കെ കംപ്ലൈന്റ് ആയിപ്പോ. സോ വൈൽ ദിസ് ഡൈല്യൂട്ടിംഗ് സൾഫ്യൂരിക് ആസിഡ്, the acid should be added to water in a very small quantity with stirring. If water is added to the acid, it will result in spurting. Spurting means പുറത്തേക്ക് വരാൻ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കലൊക്കെ. Spurting and may cause burn to our body as the reaction is highly exothermic. മനസ്സിലായോ? That is reaction of an acid with water is an exothermic reaction. When we are diluting an acid, we should add ആസിഡ് ടു ദ വാട്ടർ. കാരണം വെള്ളം തണുത്തിരിക്കുക, അപ്പൊ അല്ലെങ്കിൽ കുറച്ച് ആസിഡ് വെച്ചു ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കും, കുറച്ചുകൂടെ ആസിഡ് വെക്കും, ഷേക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ചൂട് കൂടുന്നതിനനുസരിച്ച് വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാച്ച നമ്മൾ ആദ്യം ഒരു വെള്ളം അടിയിൽ വെക്കും ഒരു ബീക്കറിൽ, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ടെസ്റ്റ് ട്യൂബ് വെക്കും, അതിൽ നമ്മൾ വെള്ളം എടുക്കും, എന്നിട്ട് അതിലിങ്ങനെ പതുക്കെ ആസിഡ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും അത് കൂൾ ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യും. അല്ലാതെ നമ്മൾ ഒരിക്കലും ആസിഡ് എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കും, പുറത്തേക്ക് അത് പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്കൊക്കെ അത് തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത് നല്ല കെയർഫുൾ ആയിരിക്കണം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഹൗ വി ഹാവ് ടു ഡൈല്യൂട്ട് ആൻ ആസിഡ്. ദാറ്റ് ഈസ് ബൈ ആഡിങ് ആസിഡ് ടു വാട്ടർ ഓർ വാട്ടർ ടു ആൻ ആസിഡ്. നിങ്ങൾക്ക് മനസ്സിലായില്ല, വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആസിഡ് ലൈറ്റായിട്ട് ആഡ് ചെയ്യണം. Second, so the first chemical properties is reaction of an acid with an water. Sulfuric acid react with water with the liberation of heat and it is known as exothermic reaction. Clear ആണല്ലോ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡീഹൈഡ്രേറ്റ് ചെയ്യുക. അതായത് നമ്മൾ പറയും അയ്യോ ഞാൻ കുറെ ഓടി, ഞാൻ ഡീഹൈഡ്രേറ്റഡ് ആയി. അപ്പൊ നമ്മൾ അതുപോലെ പറയും നമുക്ക് വോമിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഡീഹൈഡ്രേറ്റഡ് ആവരുത്, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം കുടിച്ചുകൊണ്ട് ഹൈഡ്രേറ്റഡ് ആവണം. അതായത് വെള്ളം ശരീരത്തിൽ നിന്ന് പോകരുത്, എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളത്തിന് റിമൂവ് ചെയ്യുക. ഡീഹൈഡ്രേഷൻ, ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്. അപ്പൊ ഡീഹൈഡ്രേഷൻ. അപ്പൊ എന്താണ് ഈ ഡീഹൈഡ്രേഷൻ നേച്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO? നിങ്ങൾ ഷുഗർ എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഷുഗർ C12H22, ഇതാണ് ഷുഗർ ഫോർമുല. C12H22O11. ഇതിൽ ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ്, ഒരു വാച്ച് ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഷുഗർ എടുത്തു. എന്നിട്ട്
ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാം അതെല്ലാം കൂടെ കരിഞ്ഞിട്ട് പുകയൊക്കെ വരുന്നുണ്ടാവും. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? കറുത്ത പുക വരുമ്പോൾ തന്നെ നമുക്കറിയില്ല കാർബൺ ആണ് അവിടെ റിലീസ് ചെയ്തത്. എന്താ ഉണ്ടാവുക? കാർബൺ റിലീസ് ചെയ്തു അല്ലെ. പിന്നെ അതോടൊപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് അതിലുള്ള വെള്ളം അങ്ങ് ഈ സൾഫ്യൂരിക് ആസിഡ് അങ്ങ് എബ്സോർബ് ചെയ്ത് കളയും. ആരാണ് എബ്സോർബ് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡ് അതിലുള്ള വെള്ളം അങ്ങ് എബ്സോർബ് ചെയ്ത് കളയും. നിങ്ങൾ ഈ ഫോർമുല ഒന്ന് നോക്കാം. ഇതാണ് ഷുഗർ അല്ലെ. ഇത് മാത്രം നമുക്ക് നോക്കാം. H22O11. ഓക്കെ, ഇത് നമ്മളൊന്ന് റേഷ്യോയിൽ എഴുതി നോക്കൂ. ഇതെങ്ങനെയാണ്? 11:2 അല്ലെ. അപ്പൊ H2O ആണിത് അല്ലെ. എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, 11 ടൈംസ് H2O ആണ് എന്ത്? H22O11 അല്ലെ. ഈ 11 ഇവിടെ 11, ഈ 11 ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് 22. അപ്പൊ ഈ ഒരു ഷുഗർ മോളിക്യൂൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? 11 H2O മോളിക്യൂൾ ഉണ്ട്. എത്രയുണ്ട്? 11 H2O മോളിക്യൂൾ ഉണ്ട്. ഈ 11 H2O മോളിക്യൂളിന് ആരെങ്കിലും എബ്സോർബ് ചെയ്തേക്കും? സൾഫ്യൂരിക് ആസിഡ്. ബാക്കി ആരാ ഉള്ളത്? കാർബൺ. ആ കാർബൺ ആണ് കരിഞ്ഞിട്ട് നമ്മൾ കാണുന്നത്. സോ വാട്ട് ഇസ് മീൻ ബൈ ഡീഹൈഡ്രേഷൻ? ഡീഹൈഡ്രേഷൻ ഇസ് ദി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം എ കെമിക്കൽ കോമ്പൗണ്ട്. Sulphuric acid can absorb water molecule from a chemical compound. ആ കെമിക്കൽ കോമ്പൗണ്ടിൽ തന്നെ വാട്ടർ മോളിക്യൂളിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? സൾഫ്യൂരിക് ആസിഡ്. ദാറ്റ് ഇസ് വൈ വെൻ വി ആർ ആഡിങ് concentrated sulfuric acid to sugar, it get converted into carbon. So concentrated sulfuric acid is ability to absorb the chemically present water. കെമിക്കലി അവരെ സബ്സ്റ്റൻസിന്റെ ഉള്ളിൽ കിടക്കുന്ന വാട്ടറിനെയാണ് അതെടുത്ത് എബ്സോർബ് ചെയ്തിട്ട് മാറ്റുന്നത്. സോ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കോൺസെൻട്രേറ്റഡ് H2SO4 has the ability to absorb chemical combined water or hydrogen and oxygen from substance. Hydrogen and oxygen from substance in the ratio corresponding to that water. വാട്ടർ മോളിക്യൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോയില് ഈ ഹൈഡ്രജനും ഓക്സിജനും അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് സൾഫ്യൂരിക് ആസിഡിന് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ട് അതിന്റെ ആൻസർ ചോദിക്കുന്നുണ്ട്. അതായത് ഡ്രോപ്പിംഗ് കോൺസെൻട്രേറ്റഡ് H2SO4 on a cotton cloth. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ദിവസം ലാബില് ഒരു ഇത് കൊണ്ടുപോയിട്ട് കുട കൊണ്ടുപോയി. അപ്പം കുട സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം പോയി വന്നപ്പോൾ ഞാനത് കുട അവിടെ ലാബിൽ വെച്ച് മറന്നുപോയി. പിറ്റേ ദിവസമാണ് പോകുന്നത്. പോയി നോക്കിയപ്പോൾ കുട നല്ല ഭംഗിയായിട്ട് വട്ട കളറിൽ വട്ടത്തിൽ അതിന്റെ ഉരുകിപ്പോയിരിക്കണം. അപ്പം ലാബല്ലേ എങ്ങാനോ, കാരണം സൈഡിലാണ് വെച്ചത് ലാബിന്റെ ഒരു കോർണറിൽ. പക്ഷെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എവിടുന്നു ആസിഡ് വീണ് അത് നല്ല രസമായിട്ട് ഓട്ടയിൽ കിടക്കുന്നുണ്ടായിരുന്നു. സോ അപ്പൊ എന്താണ് വാട്ട് ഹാപ്പൻ വെൻ ഡ്രോപ്പിംഗ് കോൺസെൻട്രേറ്റഡ് H2SO4 on a cotton cloth? ക്ലോത്ത്സ് വിൽ ഗെറ്റ് ബേൺഡ്. ക്ലോത്ത് എന്ത് പറ്റും? ബേൺ ചെയ്ത്. അവിടെ നമ്മളിപ്പോ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ ഇത്തിരി കോൺസെൻട്രേറ്റഡ് H2SO4 അവിടെ കംപ്ലീറ്റ്ലി ഓട്ടയായിട്ട് ബേൺ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ഇറ്റ് വിൽ എക്സ്ട്രാക്ട് ദി വാട്ടർ ഓഫ് യുവർ ക്ലോത്ത്സ് ആൻഡ് ഇറ്റ് വിൽ ലെഫ്റ്റ് വിൽ കാർബൺ. അതിന്റെ നമുക്കറിയാം നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസിലൊക്കെ കാർബൺ കണ്ടു. അപ്പൊ അതിന്റെ കാർബൺ മാത്രം ലീവ് ചെയ്തിട്ട് ബാക്കി വെള്ളത്തിലേക്ക് അത് അബ്സോർബ്. നെക്സ്റ്റ് ആഡിങ് കോൺസെൻട്രേറ്റഡ് H2SO4 in ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷുഗറിന്റെ പോലെ തന്നെ അതിന് ആഡിങ് കോൺസെൻട്രേറ്റഡ് H2SO4 ഗ്ലൂക്കോസ് ടേക്കൺ ഇൻ എ സ്മോൾ ബീക്ക്. അവിടെ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ദ ഫോം ഓഫ് എ കാർബൺ. അതായത് കാർബണിന്റെ ഫോമിൽ കറുത്ത് കിടക്കും. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് വിൽ അബ്സോർബ് ദി വാട്ടർ കണ്ടന്റ് ഫ്രം ദി ഗ്ലൂക്കോസ്. Then add a concentrated H2SO4 to watch glass with copper sulfate crystal. കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ ഇട്ട വാച്ച് ഗ്ലാസ്സിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യാണ്. കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ കണ്ടിട്ട് നല്ല ഭംഗിയുള്ള ബ്ലൂ കളറാണ്. ശരിക്കും അതിന് ബ്ലൂ കളർ കൊടുക്കുന്നത് ശരിക്കും കോപ്പർ സൾഫേറ്റിൽ ഇങ്ങനെയാണ് എഴുതുക. കോപ്പർ CuSO4 H2 അതിന്റെ കൂടെയുള്ള വാട്ടർ കണ്ടന്റ് ആണ്. അതിലൂടെ കെമിക്കലി കമ്പൈൻ ചെയ്ത വാട്ടർ കണ്ടന്റ് ആണ് കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ച് എന്ത് വെച്ചെന്ന് വെച്ചാൽ ഈ കോൺസെൻട്രേറ്റഡ് H2SO4 ഇതിലുള്ള വെള്ളത്തിന് അങ്ങ് അബ്സോർബ് ചെയ്യും. ദാറ്റ്സ് വൈ ഇറ്റ് വിൽ ഗെറ്റ് ചേഞ്ച് ഇൻടു ദ കളർ. അതിന്റെ കളർ അങ്ങ് മാറിപ്പോകും. സോ വെൻ വി ആഡ് കോൺസെൻട്രേറ്റ് വാട്ടർ ടു sulphuric acid to copper sulfate crystal, it will get decolorized because sulphuric acid will absorb the chemically combined എന്ന് പറയുന്നത് കേട്ടോ, chemically combined water molecule from the substance. അപ്പൊ ഇനിയുണ്ട് ഒന്ന് രണ്ട് നമുക്ക് റിയാക്ഷൻസും കൂടിയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇത്രയും മതി, കാരണം കുറെ ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അല്ലെങ്കിൽ നമുക്ക് ഡ്രൈയിങ് നേച്ചർ, റിയാക്ഷൻ വിത്ത് സോൾട്ട്സ്, ഓക്സിഡൈസിങ് നേച്ചർ,
ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് ഒക്കെയാണ്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത് ഇത്രയും നന്നായി പഠിക്കുന്നു. ഇത് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. സൾഫ്യൂരിക് ആസിഡിന്റെ യൂസസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസിലെ നമ്മൾ ഡീഹൈഡ്രേഷൻ, റിയാക്ഷൻ വിത്ത് വാട്ടർ, ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നന്നായി പഠിക്കും. മനസ്സിലാവാത്ത കാര്യം കമന്റ്സിലിട്ടോളൂ. പിന്നെ ഒരു കാര്യം, നമ്മള് ബാക്കിയുള്ള 2 ലെസന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അതിന് കുറച്ച് പോരായ്മയുണ്ട്. കാരണം മൈക്കിന്റെ പ്രോബ്ലം ഉണ്ട്, പിന്നെ ബോഡിന്റെ ക്ലാരിറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്നുകൂടെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കുറെ ആൾക്കാർ പറയുന്ന അയ്യോ സ്കൂളിൽ പോസ്റ്റിന് എടുത്തുകൊണ്ടിരിക്കുക, ക്ലാസ് എടുക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടോളൂ കേട്ടോ. എന്നിട്ടും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. കാരണം തീരെ മനസ്സിലാവുന്നില്ല, ബോഡി ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ചെയ്തുതരാം. ഇല്ലെങ്കിലും ഞാൻ ചെയ്യും. ഞാൻ ഈ ജനുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പോർഷൻ തീർക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ ചേഞ്ച് ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ സമയം പോലെ ഞാൻ ചെയ്തുതരാം കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാൻ. മനസ്സിലാത്ത കാര്യം കമന്റ്സിൽ